അങ്ങ് ദൂരെ മലേഷ്യൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ദിസ് ആർ ഡേ 3. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ലോക്കൽ ഫുഡ് ഫ്രൈ ആൻഡ് ചാൻഡി വിത്ത് ചിക്കൻ. ഈ കടയിൽ നിന്നാണ് ഇപ്പോൾ ഓർഡർ ചെയ്തത്. മീൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നൂഡിൽസ്. ഇതാണ് ഡ്രൈ ആൻഡ് ടാൻ മീ. ഇത് ബേസിക്കലി ഒരു ടൈപ്പ് ഓഫ് ന്യൂഡിൽസ് തന്നെയാണ്. സോയ സോസിൻ്റെ ഫ്ലേവർ ആയിരുന്നു ഇതിൽ കൂടുതലുണ്ടായിരുന്നത്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ന്യൂഡിൽസ്. അതുകൊണ്ട് തന്നെ അവരിതിൻ്റെ കൂടെ ഒരു സൂപ്പ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഷ്രെഡഡ് ചിക്കൻ ഉണ്ടായിരുന്നു, കുറച്ച് ഗ്രീൻ ലീവ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈഡ് മോമോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൂപ്പിൻ്റെ ഉള്ളിൽ സ്റ്റീം മോമോസും ഉണ്ടായിരുന്നു. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഫെറിയിലേക്ക് പോകാനായിട്ടൊരു ക്യാബ് എടുത്തു. സോ നമ്മൾ വന്ന ദിവസത്തെ പോലെ തന്നെ ഫെറി കയറിയിട്ട് വേണം നമുക്ക് ബട്ടർവർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട്. പെനാങ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പെനാങ്ങിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി ഞങ്ങൾ നോട്ടീസ് ചെയ്തത്, പെനാങ്ങിൽ ഞങ്ങൾ വിളിച്ച ക്യാബിൻ്റെ ഡ്രൈവേഴ്സ് മിക്കവാറും ലേഡീസ് തന്നെയായിരുന്നു. നമ്മളുടെ ഇവിടെയൊക്കെ വളരെ റെയറായിട്ടല്ലേ അങ്ങനെ കാണാറുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഫെറി ടെർമിനലിലെത്തി. സോ ഇറ്റ്സ് ടൈം ഫോർ us to say bye to ജോർജ് ടൗൺ. ഡേ 1 നമ്മൾ ഈ സെയിം ഫെറി എടുത്തിട്ടാണ് വന്നത്. പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. സോ ഈ വ്ളോഗിൽ നമുക്ക് അതും കൂടി കാണാം. ഇപ്പോൾ ഈ പുറത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഓൾഡ് ഫെറി. ബട്ടർവർത്ത് നിന്ന് ജോർജ് ടൗണിലേക്ക് ഫെറി മാത്രമല്ല കേട്ടോ ഉള്ളത്, നമുക്ക് ബൈ റോഡും വേണമെങ്കിൽ പോവാം. ഈ പാലത്തിൽ കൂടെയാണ് നമ്മൾ ബൈ റോഡ് വരുന്നത്. പക്ഷേ ഫെറിയാണ് ഏറ്റവും ചീപ്പസ്റ്റും ഫാസ്റ്റസ്റ്റും ആയിട്ടുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഞങ്ങൾ ബട്ടർവർത്ത് ഫെറി എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. KTM, ഇതാണ് നമ്മൾ എടുക്കുന്ന ട്രെയിൻ. കോച്ച് ബിയിലാണ് നമ്മുടെ. നല്ല ഭംഗിയുള്ള ട്രെയിൻ. അതൊക്കെ റൈറ്റില
മലേഷ്യയിൽ വന്നിട്ട് നിങ്ങളും ഇൻ്റർസിറ്റി ട്രാവൽസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ KTM അല്ലെങ്കിൽ ETS ട്രെയിനുകളായിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ. ബിക്കോസ് ഇത് ഫാസ്റ്റുമാണ്, എക്കണോമിക്കലുമാണ്. ടിക്കറ്റ്സ് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും കൺവീനിയൻറ്റ്. ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ്സ് കംപ്ലീറ്റ്ലി ബുക്ക്ഡ് ആവും. പിന്നെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ്സ് എടുക്കാനുള്ള ഓപ്ഷനും കാണില്ല. സോ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള ട്രെയിനാണ്. നമ്മളുടെ വന്ദേ ഭാരതിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടബിൾ കേട്ടോ. നടുക്കുള്ള സീറ്റിന് ടേബിളൊക്കെ ഉണ്ട്. ഇവിടെ കാല് വയ്ക്കാനൊരു സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ കാല് വയ്ക്കാനായിട്ട് ഒന്നും ഇല്ലയെന്ന് വെച്ചാൽ ഇങ്ങനെ ആകെ ഒരു വല്ലായും വരുന്നു. പക്ഷേ ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. കാല് വയ്ക്കാൻ ബാഗും ഒക്കെ വയ്ക്കാൻ, നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ചെറിയ ടേബിൾ പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് മിസ്സായ ട്രെയിൻ ഇപ്പോൾ നമ്മൾ കയറി. ഇനി നമ്മൾ തിരിച്ച് കോലാലംപൂരിലെത്തും. അത് കഴിഞ്ഞിട്ട് 3 days നമ്മൾ കോലാലംപൂർ. അതെ, ഇവിടുത്തെ ട്രെയിൻസിൽ നമ്മളുടെ നാട്ടിലെ ട്രെയിൻ പോലെ ഫുഡ് വെൻഡേഴ്സ് സീറ്റിലേക്ക് വരില്ല. അതിന് പകരം KTM ട്രെയിൻസിൻ്റെ കോച്ച് സിയിലാണ് ഇതിൻ്റെ ഒരു ഫുഡ് സ്റ്റോൾ ഉണ്ട്. സോ നമുക്ക് അവിടെ നിന്ന് ഫുഡ് പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് തന്നെ കഴിക്കാനുള്ള ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സീറ്റിൽ വന്നിരുന്നും കഴിക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4 hours ജേർണി കഴിഞ്ഞ് ഞങ്ങൾ കോലാലംപൂർ എത്തി. ഇവിടെ ഞങ്ങളൊരു Airbnb ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ക്യാബ് എടുത്ത് Airbnbയിലേക്ക് പോകാം. ഇവിടെ പനാഗ് പോലെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് ആൻഡ് ഒരു ഫാസ്റ്റ് പേസ്ഡ് ലൈഫാണ്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ബേസിക്കലി ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. ഞങ്ങൾ ഇതിലത്തെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ് ബുക്ക് ചെയ്തത്. Airbnb വഴിയാണ് ബുക്കിങ്സ് എല്ലാം ചെയ്തത്. ഞാൻ എൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ അടിയിൽ ഒരുപാട് അമ്യൂണിറ്റീസ് ഉണ്ട്. താഴെ തന്നെ 7-Eleven ഉണ്ട്. പിന്നെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ലോണ്ട്രി സർവീസസ് ഉണ്ട്. ഭയങ്കര കൺവീനിയൻറ്റ് ലൊക്കേഷനായിട്ടും തോന്നി. അപ്പോൾ ഇനി ചെറിയൊരു ഹോം ടൂർ കാണാം. അടിപൊളി. അടിപൊളി ഫുട്ബോൾ ഗ്രൗണ്ട്. ബാക്കി
അതാണ് നമ്മളെ ഈ ഒരു വ്യൂ ഇഷ്ടപ്പെട്ടത്. ഈ ഫ്ലാറ്റിലെ കോമൺ അമ്യൂണിറ്റീസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ മുകളിലൊരു അടിപൊളി ഇൻഫിനിറ്റി പൂളുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പെട്രോണസ് ട്വിൻ ടവറിൻ്റെ ഒരു നല്ല വ്യൂവും കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ജിമ്മും എല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നമ്മൾ നേരെ 7-Elevenലേക്ക് വന്നു. ഇവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ചിട്ട് പതുക്കെ കറങ്ങാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് വെറൈറ്റി സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മൈക്രോവേവ് ചെയ്ത് കഴിക്കാം. 7-Elevenലെ സാൻഡ്വിച്ചസൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്തത് സ്മോക്ക് ചിക്കനും പിന്നെ ഒരു എഗ് സാൻഡ്വിച്ചും ആണ്. ഇതെല്ലാം ഭയങ്കര അഫോർഡബിളും ആണ്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലൊക്കേഷൻ ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. ഇവിടെ അടുത്ത് തന്നെ കുറേ ഹോട്ടൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരത്തിലായിരുന്നു പെട്രോണസ് ട്വിൻ ടവറൊക്കെ. പെട്രോണസ് ടവർ കണ്ടതും എന്താ എല്ലാവരും ഇത് തന്നെയാണ് പരിപാടി. ട്വിൻ ടവർ അല്ല, ട്വിൻ ടവറിൻ്റെ റിഫ്ലക്ഷൻ ആവും. ആണോ? അങ്ങനെ ഞങ്ങൾ നടന്ന് പെട്രോണസ് ടവറിൻ്റെ തൊട്ടടുത്തെത്തി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പെട്രോണസ് ടവർ കാണാനൊക്കെ അടിപൊളിയാണ്. അവസ്ഥ ഇതാണ്. ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1.5 മണിക്കൂറൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും നല്ലൊരു ഫോട്ടോ. പിന്നെ ഇത് നല്ല ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോയി നിൽക്കണം. എന്നാൽ മാത്രമേ നല്ല ഫോട്ടോ കിട്ടൂ. ആക്ച്വലി എല്ലാവരും അവിടെ ക്രൗഡിൽ നിന്ന് ഫോട്ടോ എടുക്കുക, പക്ഷെ അവിടെ നിൽക്കണേക്കാൾ നന്നായിട്ട് വേറെ ഫോട്ടോ എടുക്കാൻ ഞാൻ കിട്ടും. അതെ, നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്പോട്ടാണെങ്കിൽ നല്ല ഫോട്ടോ കിട്ടും. പക്ഷെ ഇവിടെ ഒറ്റ മനുഷ്യനില്ല, എല്ലാവരും അതിൻ്റെ മൂട്ടിൽ പോയി നിൽക്കുക. പറഞ്ഞിട്ടെന്താ കാര്യം, ഭയങ്കര ഈയലിൻ്റെ ശരിയാണ് കണ്ടോ. ട്വിൻ ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 2 minutes വാക്കിൽ ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ കണ്ടു. സോ അവിടെ കയറി ഇന്നത്തെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു മൾട്ടി ക്യൂസീൻ റെസ്റ്റോറൻ്റ് ആണ്. സോ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ക്യൂസീനൊക്കെ കാണുന്നത്. ഇത് ഇവിടുത്തെ മെനുവാ. ഇവര് ദോശയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദോശയെന്നാ പക്ഷെ എഴുതിയിരിക്കുന്നത്. കനാലോ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ബിരിയാണി. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഇന്ത്യൻ ഫുഡ് കാണുന്നത്. ദോശ. ഞങ്ങൾ ഇവിടുന്ന് ഒരു മാഗി വിത്ത് ചിക്കനും ഒരു ചൈനീസ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കനും ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ഡ്രിങ്കും. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് തിരിച്ച് നടക്കുകയാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആയ ബട്ടു കേവ്, ബുക്കിറ്റ് ബിങ്താങ്, ചൈന ടൗൺ അതൊക്കെ ആയിരിക്കും കവർ ചെയ്യുന്നത്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.